ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴേക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളൻകിഴങ്ങ്, മുട്ട ഇത് രണ്ടും വെച്ച് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് വേവിച്ച് കൊണ്ടുവരാം. പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഒരു മുട്ട 4 സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇതാ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഉടച്ചു കൊടുക്കാം. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ സവാള ചെറിയതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ്, പിന്നെ 1 ടേബിൾ സ്പൂണോളം ചാട്ട് മസാല, കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം തന്നെ കുരുമുളക്. ഇതെല്ലാം ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊന്ന് എണ്ണ തടവിയതിന് ശേഷം ഒരു ചെറിയ ഉരുള പോലത്തെ എടുത്തൊരു നാരങ്ങ വലിപ്പത്തിൽ എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ സ്ലൈസ് മുട്ടയുടെ പീസ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ഉള്ളിൽ കവർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമ്മൾ ഇതുപോലെ തന്നെ റോൾ ചെയ്തിട്ടെടുക്കാം. നോമ്പ് തുറക്കുമ്പോൾ എന്തായാലും 2 റെസിപ്പി 3 റെസിപ്പിയൊക്കെ ചെയ്യണവരുണ്ടാവുമല്ലോ, സ്നാക്ക് റെസിപ്പി. അപ്പോൾ അവർക്കൊക്കെ അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സമൂസ, കട്ട്ലേറ്റ് ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ എന്തായാലും ഉരുളൻകിഴങ്ങ്, മുട്ട, ബ്രെഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ചെയ്യും. അങ്ങനെ ഇവിടെ എല്ലാം റോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് വേണം. ബ്രെഡൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ, റോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതിലേക്ക് മാവ് കലക്കിയെടുക്കാൻ മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇത് നല്ല ലൂസാക്കിയിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കിയിട്ട് കലക്കിയെടുക്കുക. മൈദാമാവ് ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ റോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇതിൽ വെച്ച് നന്നായിട്ട് റോൾ ചെയ്തിട്ടെടുക്കാം. ഇത് ഓരോന്നും ഇതുപോലെ തന്നെ വെച്ചിട്ട് സൈഡിൽ നേരത്തെ നമ്മൾ കലക്കി വെച്ചുള്ള മൈദാമാവ് ഒന്ന് തേച്ച് കൊടുക്കാം.
എനിക്ക് കിട്ടിയിട്ടുള്ള ബ്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോണ ബ്രെഡാണ്. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. ഇനി ഇത് കുഴപ്പമില്ല, അങ്ങനെ പൊട്ടിയാലും പ്രശ്നമൊന്നുമില്ല. നമ്മളിതിനി ഈ മാവിൽ മുക്കിയിട്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലൊക്കെ ആക്കിയിട്ടാകുമ്പോൾ ഇതൊന്നും നമ്മൾ കാണില്ല, പൊട്ടിപ്പോവുമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇതുപോലെ തന്നെ ഓരോന്നും കവർ ചെയ്തിട്ടെടുക്കുക. കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ബ്രെഡ് ആയിട്ട് ഇങ്ങനെ കോണ പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് സ്റ്റിക്ക് വെച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ കാണുമ്പോൾ. ഇനി വേറൊരു കാര്യം പറയട്ടെ, നിങ്ങളിത് വീഡിയോ കാണുന്നതോട് കൂടിയിട്ടൊന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നേരത്തെ കലക്കി വെച്ചുള്ള മൈദമാവുണ്ട്. ഇനി ഓരോന്ന് എടുത്തിട്ട് ഈ മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് റോൾ ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ എല്ലാം ഇതുപോലെ തന്നെ ആക്കി വെച്ചാണ് ലാസ്റ്റാണ് ഫ്രൈ ചെയ്യാൻ നിന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് റോൾ ചെയ്യണത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കണില്ല, ടൈമില്ലാത്തതുകൊണ്ട് തന്നെ. റോൾ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു സൈഡായിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് പൊട്ടിയാലും പ്രശ്നമൊന്നുമില്ല. നമ്മളതിൻ്റെ പുറത്ത് ബ്രെഡ് ക്രംസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഒരു പ്രശ്നമൊന്നുമില്ല ബ്രെഡ് പൊട്ടിയാലും. ഇത് നല്ലോണം ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റട്ടോ ഓരോന്നും. ഇനി ഇതാ അടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു സൈഡായിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പൊട്ടാറ്റോ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, ടേസ്റ്റിലൊരു കുറവുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.